മലയാള സിനിമ തലയെടുപ്പോടെ നിന്ന വർഷമായിരുന്നു 2024. അതിന് കാരണമായത് വളരെ ലേയർഡായ ഡെപ്തുള്ള കഥാപാത്രങ്ങൾ മലയാളത്തിൽ നിന്ന് ഇത്തവണ ഉണ്ടായി എന്നുള്ളതാണ്. മലയാളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും മലയാള സിനിമ ചർച്ചയായി. രംഗണ്ണനും കുട്ടേട്ടനും ചാത്തനും എല്ലാം മലയാളികളുടെ മാത്രമല്ല, മറിച്ച് എല്ലാവരുടെയും മനസ്സ് കീഴടക്കി. മലയാള സിനിമയെ ദേശീയ തലത്തിൽ തലയെടുപ്പോടെ നിർത്തിയ 2024 ആ ആൺ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും അടുത്തറിയാവുന്ന ഒരാൾ, അതാണ് മഞ്ഞുമൽ ബോയ്സിലെ സൗബിന്റെ കുട്ടേട്ടൻ. കാരണം നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും കുട്ടേട്ടനെ പോലെ ഒരാളെ അടുത്തറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ എല്ലാ സൗഹൃദ വലയങ്ങളിലും അത്തരത്തിലുള്ള ഒരു സുഹൃത്ത് തീർച്ചയായും ഉണ്ടായിരിക്കും. ആ സുഹൃത്ത് വലയത്തെ ലീഡ് ചെയ്യുന്ന ഒരു മുതിർന്ന വ്യക്തിയെ പോലെ എല്ലാവരെയും അടുത്തറിഞ്ഞു നോക്കുന്ന കുട്ടേട്ടന്മാരെ നമ്മൾ റിയൽ ലൈഫിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. സൗബിന്റെ കുട്ടേട്ടനും അതുപോലെ തന്നെയാണ്. കൂട്ടത്തിൽ ഏറ്റവും മെച്ചുവേർഡായ, ഗ്രൂപ്പിലെ തീരുമാനങ്ങൾക്ക് അവസാന വാക്കായ ആൾ. അയാൾക്ക് ഒരുപക്ഷെ അയാളെക്കാളും വലുതായിരിക്കും തന്റെ സുഹൃത്തുക്കൾ. കുട്ടേട്ടൻ എന്തായാലും അങ്ങനെയാണ്. സിനിമയുടെ തുടക്കം മുതൽ തന്നെ കുട്ടേട്ടൻ സൗഹൃദത്തിന് നൽകുന്ന വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് കൊടൈക്കനാലിൽ നിന്ന് സുഭാഷിന് അപകടം പറ്റുമ്പോഴാണ് കുട്ടേട്ടനെ പ്രേക്ഷകർക്ക് കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്നത്. സ്വന്തം ജീവന് മേൽ ഉണ്ടാകുന്ന അപകടം പോലും വകവെക്കാതെ കുട്ടേട്ടൻ സുഭാഷിനെ രക്ഷിക്കാൻ തയ്യാറാകുന്നുണ്ട്. സിനിമയിലും റിയൽ ലൈഫിലും കുട്ടേട്ടൻ ആ ടീമിന് മുഴുവൻ നൽകിയ ഒരു ധൈര്യമുണ്ട്. അത് പ്രേക്ഷകരിലേക്കും കൃത്യമായി തന്നെ എത്തുന്നുണ്ട്. വൾണറബിൾ ആണ് കുട്ടേട്ടൻ, സെൻസിറ്റീവുമാണ്. ആണഹന്തയുടെ ഒരു തരി പോലും ആ കഥാപാത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നും മലയാളി മനസ്സിൽ കുട്ടേട്ടന് ഒരു സ്ഥാനമുണ്ടാകുമെന്നതിൽ സംശയമില്ല. ഫഹദിന്റെ രംഗണ്ണൻ, സ്ക്രീനിൽ അയാൾ നിറഞ്ഞാടുകയായിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലും. എല്ലാവർക്കും പേടിയും ആരാധനയുമുള്ള ഗാങ്സ്റ്റർ. ആ നഗരത്തെ രംഗണ്ണന് വിറപ്പിച്ചു നിർത്താനാകും. അമ്പാൻ മുതൽ പരിവാരങ്ങൾ ഒരുപാടുണ്ട് രംഗണ്ണന്. എന്നാലും ടഫായ ആ പുറംചട്ടയ്ക്കുള്ളിൽ വളരെ വൾണറബിൾ ആയ ഒരു വ്യക്തി ഒളിച്ചിരിപ്പുണ്ട്. സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹം മറ്റൊരു അമ്മയിൽ നിന്നും കിട്ടുമ്പോൾ രംഗൻ സന്തോഷിക്കുന്നു. മോൻ ഹാപ്പി അല്ലേ എന്ന് ആ അമ്മ ചോദിക്കുമ്പോൾ അറിയാതെ അയാളുടെ മനസ്സും കണ്ണും നിറയുന്നുണ്ട്. ഒരാളെ സ്നേഹിച്ചാൽ പിന്നെ മുന്നും പിന്നും നോക്കില്ല രംഗണ്ണൻ. അവർക്ക് വേണ്ടി എന്തും ചെയ്യും. സെൽഫ്ലെസ് ആയ കഥാപാത്രം കൂടിയാണ് രംഗൻ. അതുകൊണ്ട് തന്നെയാണ് കോളേജിൽ പഠിക്കുന്ന അജുവിനെയും ബിബിയെയും ശാന്തനെയും രംഗൻ അകമഴിഞ്ഞ് സ്നേഹിച്ചത്. സ്നേഹം ലഭിക്കാതെ ഒറ്റപ്പെട്ടതിന്റെ വേദന എന്നും അയാൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതിനൊരു പരിധിവരെ മാറ്റം വന്നത് അജുവും ബിബിയും ശാന്തനും അയാളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ്. പക്ഷേ അവരും തന്റെ അമ്മയെയും മറ്റുള്ളവരെയും പോലെ അകന്നു പോവുകയാണെന്ന് അറിയുമ്പോൾ രംഗൻ വീണ്ടും വേദനിക്കുന്നു. ഈ ഗാങ്സ്റ്റർ രാജ്യത്തുടനീളം സോഷ്യൽ മീഡിയ ഭരിക്കുന്ന മീം മെറ്റീരിയലുമായി. ആസിഫ് അലിയുടെ അജയൻ സംഘർഷഭരിതമായ ജീവിതമാണ് നയിക്കുന്നത്. അച്ഛൻ, മകൻ, ഭർത്താവ് എന്നീ 3 നിലകളിലൂടെ അയാൾ കടന്നു പോകുന്നുണ്ട്. ഈ 3 റോളിലും അയാൾ പൂർണ്ണമായും വിജയിയൊന്നുമല്ല. പക്ഷേ അയാൾ ജീവിതത്തിൽ തോറ്റുപോയവനാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. സർവം സഹിച്ച് ഉള്ളിലൊതുക്കി ഉരുകുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മൾ ഇഷ്ടം പോലെ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലൊരു പുരുഷ കഥാപാത്രം മലയാളത്തിൽ വന്നിട്ട് കുറേ കാലമായി. അജയൻ തന്റെ ഉള്ളിൽ ഇനി ഒതുക്കാൻ ബാക്കിയൊന്നുമില്ല. മകന്റെ മരണം ആരും അറിയാതിരിക്കാൻ അവൻ തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഓരോ നിമിഷവും അയാൾ മരിച്ചു ജീവിക്കുകയാണ്. രഹസ്യങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് അജയൻ. അച്ഛനുമായി അയാൾക്കുള്ളത് വളരെ സംഘർഷഭരിതമായ ബന്ധമാണ്. എല്ലാവരെയും സംരക്ഷിക്കാനാണ് അയാൾ ജീവിതത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ അയാൾ ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്. അപ്പോഴും എന്നും നീറി ജീവിക്കാനാണ് അയാളുടെ വിധി. ഇത്തരമൊരു പുരുഷ കഥാപാത്രം മലയാള സിനിമയിൽ വന്നിട്ട് കുറേ കാലമായി. പാട്രിയാർക്കലായ സമൂഹത്തിന്റെ പ്രതിഫലനമായ പുരുഷ കഥാപാത്രങ്ങളെയാണ് നമ്മൾ കൂടുതലായും മലയാളത്തിൽ കാണാറ്. അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ് ആസിഫ് അലിയുടെ അജയനിലൂടെ. അധികാരത്തിന്റെ ഉന്മാദത്തിൽ കഴിയുന്ന ചാത്തനാണ് മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി. അധികാരമോഹിയായ പാട്രിയാർക്കിയോട് അടുത്തു നിൽക്കുന്ന കഥാപാത്രം. എല്ലാവരെയും തന്റെ അധികാര പരിധിയിൽപ്പെടുത്തി അവർക്ക് മേലെ കഴിയാനാണ് കൊടുമൺ പോറ്റിക്ക് ഇഷ്ടം. കേരളത്തിന്റെ ഐതിഹ്യത്തോട് അടുത്തു നിൽക്കുന്ന കഥാപാത്രമാണ് ചാത്തൻ. അയാൾക്ക് മറ്റുള്ളവരെ അടിച്ചമർത്താനും മറ്റുള്ളവർക്ക് മേൽ അധികാരം കാണിക്കാനുമാണ് ഇഷ്ടം. ചാത്തന് 2 മുഖമുണ്ട്. ഒരേ സമയം ചാത്തൻ യജമാനനുമാണ്, അടിമയുമാണ്. വികാരങ്ങൾ ചാത്തനുള്ളിൽ മിന്നിമറയും. അർജുൻ അശോകന്റെ തേവൻ എന്ന കഥാപാത്രത്തോട് ചാത്തൻ പെരുമാറുന്നതിൽ നിന്ന് അത് വ്യക്തമാണ്. ഒരു നിമിഷത്തിൽ തേവനോട് സ്നേഹത്തോടെ പെരുമാറുന്ന ചാത്തൻ അടുത്ത നിമിഷത്തിൽ അവനോട് തന്റെ അധികാരത്തിന്റെ ശബ്ദത്തിൽ പെരുമാറും. അധികാരദാഹിയായ ചാത്തന് മുന്നിൽ മറ്റാരും ഒന്നുമല്ല.
അതിന് തടസ്സം നിൽക്കുന്നവരെ നിഷ്പ്രഭമാക്കുക എന്നൊരൊറ്റ ചിന്ത മാത്രമേ ചാത്തനുള്ളൂ. ചാത്തൻ അവസാന നിമിഷത്തിൽ അടിമയാകുമ്പോൾ അയാൾ പ്ലീഡ് ചെയ്യുന്ന ഒരു രംഗമുണ്ട് സിനിമയിൽ. അടുത്ത നിമിഷം തന്നെ ചാത്തൻ തന്റെ പവർ കാണിക്കുന്നുമുണ്ട്. ഒരു കഥാപാത്രത്തിന്റെ രണ്ട് എക്സ്ട്രീം നമുക്ക് മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിയിലൂടെ കാണാൻ സാധിക്കും. ഈ 4 കഥാപാത്രങ്ങളും ഒരുപോലെ പ്രേക്ഷക നിരൂപക പ്രശംസയും ബോക്സ് ഓഫീസിൽ വിജയവുമായവരാണ്. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് മലയാള സിനിമയ്ക്ക് ആവശ്യം. 2025-ലും ബോക്സ് ഓഫീസ് വാഴുന്ന ഡെപ്തുള്ള സ്ത്രീ പുരുഷ കഥാപാത്രങ്ങൾ മലയാളത്തിൽ നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.